ഹായ് വ്യൂവേഴ്സ്, മൈക്രോസോഫ്റ്റ് എക്സൽ ഇറ്റ്സ് സോ ഈസി ടു ലേൺ എന്ന മലയാളം വീഡിയോ ട്യൂട്ടോറിയൽ സീരീസിന്റെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ ഫോർമുലാസ് എങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചിരുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതിനു മുമ്പുള്ള പാർട്ടുകൾ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരുന്നതായിരിക്കും ഉത്തമം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം മുതൽ ഈ വീഡിയോ 1 by 1 ആയിട്ട് കണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ചും ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ് ആദ്യത്തെ കുറേ പാർട്ടുകൾ. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുക. ഇന്ന് ഈ പാർട്ടിൽ ഫങ്ഷൻസ് എന്നാൽ എന്താണ്, ഫങ്ഷൻസിന്റെ ഇമ്പോർട്ടൻസ്, അതായത് എക്സലിൽ ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ പാർട്ടിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഈ ഒരു പാർട്ടിൽ ഫങ്ഷൻസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഫങ്ഷൻ, എന്താണ് ഫോർമുല എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഈ വർക്ക്ഷീറ്റിൽ Ctrl+A പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്തതിന് ശേഷം Ctrl+B കൊടുത്താൽ ഈ ടെക്സ്റ്റ് വർക്ക്ഷീറ്റിൽ ടൈപ്പ് ചെയ്യുന്ന എല്ലാം ബോൾഡ് ലെറ്ററിൽ കാണിക്കും. വീണ്ടും Ctrl+A കൊടുത്തിട്ട് Ctrl+B കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ സ്റ്റേജിലാവും. ടോഗിൾ കീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെല്ലിലെ കണ്ടന്റ് ബോൾഡ് ആക്കുന്നതിന് വേണ്ടി Ctrl+B കൊടുത്താൽ മതി. ഞാനിവിടെ Ctrl+B കൊടുത്തതിന് കാരണം ഇത് കുറച്ചുകൂടെ ബോൾഡായിട്ട് ഇരിക്കുമ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി കാണാൻ സാധിക്കും. കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇതിന്റെ സം എടുക്കണമെന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ ഇതിന്റെ ടോട്ടൽ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ച കാര്യം അനുസരിച്ചാണെങ്കിൽ ഈക്വൽ ടു പ്രസ് ചെയ്തതിന് ശേഷം ഓരോ സെല്ലിലും കൊണ്ടുവന്ന് കഴ്സർ വെച്ച് പ്ലസ് പ്രസ് ചെയ്ത് ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ F2 കൊടുത്തു കഴിഞ്ഞാൽ ഫോർമുല വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫോർമുല ബാറിൽ ആ ഫോർമുലയുടെ അഡ്രസ്സ് കാണാം, അതിന്റെ റിസൾട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള 1-2 സെല്ലാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ താഴോട്ട് കുറേ അധികം വാല്യൂസ് ഉണ്ടായിരുന്നെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫോർമുലയ്ക്ക് പകരം ഫംഗ്ഷൻ ഉപയോഗിക്കാം. എന്താണ് ഫംഗ്ഷൻ, എന്താണ് ഫോർമുല എന്ന് ഞാൻ പറയാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു പ്രവൃത്തിയാണ്. അതായത് ഇവിടെ സം ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ഈക്വൽ ടു കൊടുത്തിട്ട് സം എന്ന പേരിലുള്ളത് ഒരു ഫംഗ്ഷനാണ്. സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ ഈ ഒരു നമ്പർ വേണം, കോമ, അടുത്ത 2ാമത്തെ നമ്പർ കോമ, 3ാമത്തെ നമ്പറിൽ കഴ്സർ കൊണ്ടുവന്നു കോമ, 4ാമത്തെ നമ്പർ, 5ാമത്തെ നമ്പർ, 6ാമത്തെ നമ്പർ. ഇവിടെ കോമ വേണമെന്നില്ല, ഇവിടെ വെച്ചിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഫോർമുലയ്ക്ക് പകരം ഉപയോഗിച്ചത് ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കുറേ ടാസ്ക്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു പ്രവൃത്തി. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് സാധാരണ ഡൈനാമിക് DLL ഫയൽസ് എന്ന് പറയും. ഡൈനാമിക് ലിങ്ക് ലൈബ്രറി എന്ന് പറയുന്ന ആ ഫയലിനുള്ളിലാണ് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫങ്ഷൻസ് തന്നെ പല തരത്തിലുണ്ട്. അരിത്തമെറ്റിക് ഫങ്ഷൻസ് ഉണ്ട്, ന്യൂമറിക് ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് വരും, പിന്നെ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, ടെക്സ്റ്റ് ഫങ്ഷൻസ് ഉണ്ട്, ഫൈനാൻഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗിന് വേണ്ട സൈൻ കോസ് തീറ്റ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ട്, ലോജിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, ലുക്കപ്പ് ഫങ്ഷൻസ് ഉണ്ട്, ഡേറ്റ് ടൈം ഫങ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ധാരാളം ടൈപ്പ് ഫങ്ഷൻസ് നമ്മൾ എക്സലിൽ പഠിക്കേണ്ടി വരും. സാധാരണ പ്രോഗ്രാമിംഗ് പഠിച്ചവർക്കെല്ലാം ഫംഗ്ഷൻ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൽ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ പ്രോഗ്രാമിംഗ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു എളുപ്പ വഴി പറയാം. നമുക്കിപ്പോൾ ഒരു ഫ്ലവർ മില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് പൊടിക്കാൻ, ഇപ്പോൾ ഗോതമ്പ് പൊടിക്കാനായിട്ട് നമ്മളൊരു മെഷീനിൽ കൊണ്ടുപോയി ഗോതമ്പ് പൊടിപ്പിക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മെഷീനെ വേണമെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനമാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നത് ഗോതമ്പാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഒരു പാരാമീറ്റർ എന്ന് പറയാം. ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഷീൻ ഇതിനെ പൊടിച്ച് ഔട്ട്പുട്ടായിട്ട് മാവ് കൊണ്ടുതരും. അപ്പോൾ അതിനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും. ഇവിടെ എക്സാമ്പിൾ ഞാൻ പറയാം. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഭാഗമാണ് ഈക്വൽ ടു സം. അതൊരു മെഷീനാണ് ഫംഗ്ഷനകത്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് ഈ പറയുന്നത്. പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ന്യൂമറിക് വാല്യൂ ആണ് പാരാമീറ്റർ. കോമ, വീണ്ടും ന്യൂമറിക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സം കിട്ടും. സം ഒരു ന്യൂമറിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ന്യൂമറിക് ആയിരിക്കും. ഈ ഒരു ഫംഗ്ഷനിൽ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 3 പാരാമീറ്ററേ ഉള്ളൂ, 45, 45, 45. അപ്പോൾ ഈ സം എന്നുള്ള ഫംഗ്ഷന് എത്ര പാരാമീറ്റർ വേണമെങ്കിലും വരാം, അൺലിമിറ്റഡ് ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഗോതമ്പ് പൊടിക്കുന്ന മെഷീനുണ്ട്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഗോതമ്പായിരിക്കും. പക്ഷേ അതിനോടൊപ്പം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ ഇടാം. ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വരുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ അവിടുത്തെ 2 പാരാമീറ്റർ എന്ന് പറയുന്നത് ഗോതമ്പും പഞ്ചസാരയും കൂടെയാണ്. അതുപോലെ
പക്ഷേ അതിലെല്ലാം കുറച്ച് ഗോതമ്പിൻ്റെ കൂടെ കുറച്ച് കല്ല് കൊണ്ടിടാൻ പറ്റില്ല. കാരണം ഒരു ടൈപ്പ് ഡേറ്റ ടൈപ്പിലുള്ള കാര്യങ്ങൾ മാത്രമേ പാരാമീറ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ന്യൂമറിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ന്യൂമറിക് ആയിരിക്കും. ഇതുപോലെ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് എല്ലാം ടെക്സ്റ്റ് ടൈപ്പ്, അതായത് ഡേറ്റ ടൈപ്പ് ആൽഫ ന്യൂമറിക് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഇപ്പോൾ ഇവിടെ പ്രോപ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. പ്രോപ്പർ എന്ന് കൊടുത്തിട്ട് ഞാനിപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് ഇങ്ങനെ ചെറുതായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് കണ്ടോ, മാത്തമാറ്റിക്സ് എന്നാണ് ഞാൻ മുകളിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് മാത്തമാറ്റിക്സ് എന്നാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എം ക്യാപിറ്റലില്ല, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. അതിനാണ് പ്രോപ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതൊരു ടെക്സ്റ്റ് ഫംഗ്ഷനാണ്. ഞാനിവിടെ വേറൊന്ന് എഴുതാം. ഇവിടെ ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി എന്ന് എഴുതി. ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് E16 ആണ്, ഇവിടെ കാണാം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു സെല്ലിൽ പ്രോപ്പർ എന്ന് കൊടുത്തിട്ട് ആ സെല്ലിനെ റെഫർ ചെയ്യുന്നു. ഈ ഒരു സെല്ല് റെഫർ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടതാണ്. പക്ഷേ സാധാരണ എക്സലിൽ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും അവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാക്കറ്റ് ഇട്ടോളും. ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്താൽ എപ്പോഴും ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് വേണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഫോമുലയും ഫംഗ്ഷൻസ് എല്ലാം കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് വന്നാൽ അതിനൊരു കറസ്പോണ്ടിങ് ക്ലോസിംഗ് ബ്രാക്കറ്റ് വരണം. ഇവിടെ ഞാൻ പ്രോപ്പർ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ആ ഫംഗ്ഷൻ്റെ കാണിക്കുന്നത് ഇതൊരു ആ ഫംഗ്ഷനാണ്, ആ മെഷീൻ പ്രവൃത്തി പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷന് കൊടുക്കേണ്ട ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് ടെക്സ്റ്റ് മാത്രമേ കൊടുക്കാവൂ. ഞാനിവിടെ ടെക്സ്റ്റാണ് ഈ സെല്ല് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ട്രിവാൻഡ്രം സിറ്റി കണ്ടോ, ഓരോ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലാക്കി തന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് F2 പ്രസ് ചെയ്ത് ഇവിടെ വന്ന് ഇതിനെ T എന്ന് മാറ്റി വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് C ഇങ്ങനെ മാറ്റേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ എക്സലിൽ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചത് ടെക്സ്റ്റ് ഫംഗ്ഷനാണ്. ഇതുപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. എനിക്കിപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കണമെന്ന് വിചാരിക്കാം. ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യേണ്ടത് ഇവിടെ ഇതിൻ്റെ ടോട്ടലാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് 356 മുതൽ 512 വരെയുള്ള ടോട്ടൽ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സം ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ ഞാൻ സം കൊടുത്തത് ഈക്വൽ ടു കൊടുത്തിട്ട് സം എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ ഓരോ നമ്പരും കോമ ഇട്ട് കൊടുത്തു. കാരണം കോമ കൊടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എനിക്ക് തുടങ്ങേണ്ടത് ടോപ്പ് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. 356 മുതൽ ഒരു ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് യു എന്ന് പറയുന്ന ഈ ഒരു സെല്ല് എക്സ്റ്റെൻഡഡ് മോഡിലാവും. അപ്പം ഞാനൊരു ഡോട്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന രണ്ടാമത്തെ കീ, ഫുൾ സ്റ്റോപ്പ് കീ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി സം E5 ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ എക്സ്റ്റെൻഡഡ് മോഡിൽ വരും. ഇവിടെ വന്ന് 512 വരെ കൊണ്ടുവന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടതാണ്. പക്ഷേ വെറുതെ എൻ്റർ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അത് ക്ലോസ് ആവും. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സം E5 ഈസ് ടു E10. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E5 തുടങ്ങി E10 വരെ ഉള്ള ന്യൂമറിക് വാല്യൂസ് എല്ലാം സം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതാണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ നമുക്കറിയാം ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ സമ്മിനെ എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ആവറേജ് കിട്ടണമെങ്കിൽ 2055 എന്ന് പറയുന്ന ഈ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്കിവിടെ 1 2 3 4 5 6 നമ്പേഴ്സ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 6 ആവറേജ് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുന്നതിനും പകരം അതിനും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആവറേജ് AVERAGE. ആവറേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് എനിക്ക് ഈ റേഞ്ച് പറഞ്ഞു കൊടുത്താൽ മതി. 356 തുടങ്ങിയിട്ട് ഞാനൊരു ഡോട്ട് പ്രസ് ചെയ്തു, ഡൗൺ ആരോ കൊണ്ടുവന്ന് 512 വരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആവറേജ് ഓട്ടോമാറ്റിക്കായിട്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈക്വൽ ടു കൊടുത്തിട്ട്, അപ്പോൾ എപ്പോഴും അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു ഈക്വൽ ടു പ്രസ് ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ്റെ നെയിം എഴുതുക, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പ് ഇവിടെ അറിയാൻ പറ്റും. അത് വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം അപ്പാരോ പ്രസ് ചെയ്ത് എനിക്കിപ്പോൾ 356 മുതൽ 512 വരെ കോപ്പി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചാലും മതി. ഇവിടെ വെച്ചതിന് ശേഷം ഡോട്ട് പ്രസ് ചെയ്ത് മുകളിലോട്ട് പ്രസ് ചെയ്താലും മതി. അതായത് E8 മുതൽ E5 മുതൽ E10 വരെ ഇങ്ങനെ പ്രസ് ചെയ്താലും മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് E5 മുതൽ ഇവിടെ മുതൽ ഇതുവരെ എന്നുള്ള എടുക്കും. അതുപോലെ എനിക്ക് ആവറേജ് കാണണമെങ്കിൽ ഈക്വൽ ടു കൊടുത്തിട്ട് ആവറേജ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആവറേജ് കാണേണ്ടത് 512 എന്നുള്ള അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഡോട്ട് പ്രസ് ചെയ്തപ്പോൾ അത് എക്സ്റ്റെൻഡഡ് മോഡിലായി. അവിടെ നിന്ന് അപ്പാരോ പ്രസ് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നാൽ മതി.
അപ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടും. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. സം കാൽക്കുലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് സം എന്ന് ടൈപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാം. അത് എക്സലിൽ വേറൊരു ഷോർട്ട് കട്ട് കീ ആണ്. അതുകൂടെ മനസ്സിലാക്കി വെച്ചാൽ ഞാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഇവിടെ നിന്നും ഇതുവരെ സം എടുക്കണമെങ്കിൽ ഈ രീതിയിൽ താഴോട്ട് സം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി, ഞാൻ ഇവിടെ കുറച്ച് വാല്യൂസ് കൂടെ ഇടാം. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഈ ഒരു കോളത്തിൻ്റെ ടോട്ടൽ വേണം, ഇവിടെ ടോട്ടൽ വേണം, ഇവിടെയും വേണം, ഇങ്ങനെ വേണം. ഇതുപോലെ എനിക്കിവിടെ ഹൊറിസോണ്ടലായിട്ടും ടോട്ടൽ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ആൾട്ട് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സം എടുക്കാം. ആൾട്ട് ഈക്വൽ ടു സം എടുത്തു, ഇവിടെയും സം എടുക്കാം. ആൾട്ടും പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈക്വൽ കൊടുത്താൽ മതി. സമ്മൊന്ന്, അതായത് സമ്മൊന്ന് ടൈപ്പ് ചെയ്യുന്ന അത്രയും അതുകൂടി എളുപ്പത്തിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആൾട്ട് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ ആൾട്ട് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആദ്യത്തെ സം കിട്ടി, രണ്ടാമത്തത് ആൾട്ട് ഈക്വൽ കൊടുക്കുമ്പോഴും സം കിട്ടി, മൂന്നാമത് ആൾട്ട് ഈക്വൽ കൊടുക്കുമ്പോൾ എക്സൽ അസ്യൂം ചെയ്യുന്നത് ഇത് വെർട്ടിക്കൽ ടോട്ടൽ ആണെന്നുള്ളത്. കണ്ടോ, അതിൻ്റെ റേഞ്ച് മാറിപ്പോയി. അപ്പോൾ അവിടെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ചെയ്യേണ്ടത് ഇവിടെ നിന്നുകൊണ്ട് ഒന്നുകിൽ ഈ ഫോമിൽ ഇങ്ങോട്ട് കോപ്പി ചെയ്യാം, അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ തൽക്കാലം ഈ രീതിയിൽ ഞാൻ ഫോമില കോപ്പി ചെയ്യാം. കൺട്രോൾ സി കൊടുത്തിട്ട് ഇവിടെ ഫോമിൽ ആൾട്ട് എസ് കൊടുത്താൽ മതി, അത് ഞാൻ പിന്നീട് പറയാം. ഇനി ഇവിടെ നിന്നിട്ട് ആൾട്ട് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് വരാം. എപ്പോഴും ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പുമായി ബന്ധപ്പെട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ന്യൂമറിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിനകത്ത് കൊടുക്കേണ്ട പാരാമീറ്റേഴ്സ് എല്ലാം ന്യൂമറിക് ആയിരിക്കും. ഒരു ഡേറ്റ് ടൈപ്പ് ആണെങ്കിൽ അതിനകത്ത് കൊടുക്കേണ്ട പാരാമീറ്റേഴ്സ് ഡേറ്റുമായി ബന്ധപ്പെട്ട ഡേറ്റ ടൈപ്പുകളായിരിക്കും. അതായത് ആദ്യം മന്ത് ആണെങ്കിൽ മന്ത്, ഇയർ, പിന്നെ ഡേ, ഈ രീതിയിലായിരിക്കും. ഒരു ടെക്സ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് മിക്കവാറും ടെക്സ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതല്ലാതെ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലാതെ കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഫംഗ്ഷൻ എന്താ. ഇനി എക്സലിൽ വരുന്ന പ്രധാനമായും വരുന്ന കുറച്ച് ഫംഗ്ഷൻസിനെ കുറിച്ച് പറയാം. അതുകൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ അവിടെ ആവശ്യം വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ പുതിയ പുതിയ ഫംഗ്ഷൻസ് പഠിക്കും. അല്ലാതെ എല്ലാം ഫംഗ്ഷനും പഠിച്ചിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒന്ന് രണ്ട് കുറച്ച് ഫംഗ്ഷൻസ് പഠിച്ചതിന് ശേഷം റിയൽ ടൈം എക്സാമ്പിൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് എന്തൊക്കെ ഫംഗ്ഷൻ ഉപയോഗിക്കാം, അങ്ങനെ ചെയ്തു പോകാൻ പറ്റും. ഈ വീഡിയോ സീരീസിന്റെ അടുത്ത ഭാഗം, അതായത് പാർട്ട് 5 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത പാർട്ടിലും ഫംഗ്ഷൻസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. കൂടുതൽ ഫംഗ്ഷൻസ്, നമ്മൾ പുതിയതായി കൂടുതൽ ഫംഗ്ഷൻസ് കൂടി പരിചയപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെൻ്റെ വാട്സാപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഞാൻ അതിന് എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് റിപ്ലൈ ചെയ്യാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ അപ്ലോഡ് ആകുന്നതുവരെ കാത്തിരിക്കുക.